guys, welcome to Varanaries Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് SSC റെയിൽവേ റീസണിംഗ് സെക്ഷനിൽ ഒരു സ്പീഡ് മോക്ക് സെഷൻ ആണ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇത്രയും നാൾ നമ്മൾ പോയിട്ടുള്ള ബേസിക്സിനെ എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു സ്പീഡ് മോക്ക് സെഷൻ ഇവിടെ വെക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു നമ്പർ സീരീസ് ആണ്. നമുക്കറിയാം റീസണിങ്ങിന് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്പർ പസിൽസ് ആണ് വരുന്നത്. സോ ആ ഒരു രീതിയിൽ വരുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ 29:31 എന്നാണ് കിടക്കുന്നത് അല്ലേ. സോ 29:31 ഒരു റിലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ 19:23. എന്നാൽ 31 എന്തുമായിട്ടാണ് റിലേറ്റഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ 29ഉം 31ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 29ഉം 31ഉം എത്ര വ്യത്യാസമുണ്ട്? 2 വ്യത്യാസമാണ്. +2 ആണ് വന്നേക്കുന്നത് അല്ലേ. സോ ഇത് +2 ആണ്. ദെൻ ഇവിടെ നോക്കുമ്പോഴോ ഇവിടെ 19ഉം 23ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ എനിക്ക് എത്രയാണ്? എത്രയാണ്? 4 വരുന്നല്ലേ. 19 + 4 ആണ് 23 എന്ന് പറയുന്നത്. സോ നോക്കുമ്പോൾ ആദ്യമേ ഒരു +2 വന്നേക്കുന്നു, 20ഉം +2 വന്നേക്കുന്നു, ഇവിടെയാണെങ്കിൽ ഒരു +4 വന്നേക്കുന്നു. സോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അടുത്തത് വരേണ്ടത് +6 ആയിട്ടുള്ളൊരു സീരീസ് ആയിരിക്കണം. സോ +6 നോക്കുവാണെങ്കിൽ എത്രയാണ് വരുന്നത്? 37 ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ 37 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ഈ ഒരു സീരീസിലാണ്. ആദ്യത്തെ +2, ദെൻ അടുത്തത് +4, ദെൻ +6 എന്ന രീതിയിൽ പോവാണ്. സോ ആൻസർ എന്താണ്? 37 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം തരാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറഞ്ഞൊരു പസിലാണ്. പവൻ, അമൻ, രമൻ, സമൻ ആൻഡ് ടാനി, ഉമങ്, വിക്രം ഇവരെന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എടുക്കുന്നുണ്ട്. 2 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് എന്താണ്? സിമിലർ മാർക്ക് കിട്ടുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ വിക്രം സ്കോർഡ് ജസ്റ്റ് മോർ ദാൻ പവൻ, പവൻ സ്കോർഡ് ജസ്റ്റ് മോർ ദാൻ അമൻ, രമൻ ആൻഡ് ടാനി സ്കോർഡ് ദ ഹയസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് മാർക്ക് ബട്ട് നോട്ട് നെസസറിലി ഇൻ ദ എന്താണ് സെയിം ഓർഡർ. ഉമങ് സ്കോർഡ് വാസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എന്താണ് രമൻ സ്കോർഡ്. സോ എന്താണ് സമൻ സ്കോർ വാസ് ഹയർ ദാൻ ഓൺലി 1 person ഹൂ സ്കോർ വാസ് ഇൻ ബിറ്റ്വീൻ പവൻ ആൻഡ് രമൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇവിടെ എത്രയാണ്? 7 പേരുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ 7 പേരുടെ പേരിലും എന്താണ് ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുത്തു പോവുകയാണ്. PARSTUP എന്ന് എടുക്കുകയാണ്. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? നോ സ്റ്റുഡൻസ് ഗോട്ട് സിമിലർ മാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? വിക്രം സ്കോർഡ് ജസ്റ്റ് മോർ ദാൻ ദാറ്റ് ഓഫ് എന്താണ് പവൻ. പവനേക്കാൾ മോർ ദാൻ ആണ് ആര്? വിക്രം സ്കോർ ചെയ്തേക്കുന്നത്. പവനേക്കാൾ മോറാണ് വിക്രം സ്കോർ ചെയ്തേക്കുന്നത്. ജസ്റ്റ് മോർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് പവൻ സ്കോർഡ് ജസ്റ്റ് മോർ ദാൻ ദാറ്റ് ഓഫ് അമൻ. അമനേക്കാൾ എന്താണ്? പവൻ സ്കോർഡ് ജസ്റ്റ് മോർ ദാൻ ദാറ്റ് ഓഫ് അമൻ. അമനേക്കാൾ ഒരു കുറച്ച് കൂടുതലാണ് എന്താണ് പവൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിലായിരിക്കും വെച്ചാൽ അടുത്തടുത്ത് നിൽക്കുന്ന 2-3 ടേംസുകളാണിത്. ഒരുമിച്ച് വരുന്നതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത എന്താണ്? രമൻ ആൻഡ് ടാനി സ്കോർഡ് ദ ഹയസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് മാർക്ക്. രമനും ടാനിയും എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർ ഹയസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ലീസ്റ്റ് മാർക്ക് ആയിരിക്കും. ബട്ട് നോട്ട് നെസസറിലി എന്താണ് സെയിം ഓർഡറിൽ തന്നെ ആവണമെന്നില്ല. എന്ന് വെച്ചാൽ രമന് ചിലപ്പോൾ ലോവസ്റ്റ് സ്കോറും വരാം, തമന് ചിലപ്പോൾ ഹയസ്റ്റ്. ഈ 2 പേരിൽ ആരൊക്കെയോ ആണ് ഹയസ്റ്റും ലോവസ്റ്റും കിട്ടിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി ദെൻ ഉമങ് സ്കോർ വാസ് ലെസ് ദാൻ ഒൺലി രമൻ സ്കോർ അല്ലേ. ഉമങ് സ്കോർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഒൺലി രമൻ്റെ സ്കോർ മാത്രം കഴിഞ്ഞിട്ടാണ് ഉമങ്ങിൻ്റെ സ്കോർ. എന്ന് വെച്ചാൽ ഉമങ്ങിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ രമൻ കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ രമൻ മാത്രമേ ഉമങ്ങിന് മുമ്പിലുള്ളൂ, വേറെ ആരും ഉമങ്ങിൻ്റെ മുന്നിലില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത സനം സ്കോർ വാസ് ഹയർ ദാൻ ഓൺലി 1 person. അപ്പോൾ സനമിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഹയർ ദാൻ എന്താണ്? ഓൺലി 1 person. സനം സ്കോർ ഈസ് ഹയർ ദാൻ ഓൺലി 1 പേഴ്സണേക്കാൾ കൂടുതലേ സമൻ്റെ സ്കോർ ഇങ്ങനെയാണ് പറയുന്നത്. സോ ഇത് പറയുകയാണെങ്കിൽ 1 പേഴ്സണേക്കാൾ ഹയറേ ഉള്ളൂ എന്ന് പറയുമ്പം ഇയാൾ എന്താണ് ലാസ്റ്റ് 2 പേരിൽ വരുന്നതാണ് ഈ 2 എണ്ണം. അപ്പം നമുക്കത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോ നമുക്ക് തന്നിട്ടുള്ള ഇതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ പ്ലേസ് ചെയ്യാം അല്ലേ. സോ ഈ ഒരു രീതിയിൽ നിന്ന് ഈ താഴെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമങ്ങും ദെൻ വേറെ ഏതോ ഒരാളും ലാസ്റ്റ് 2 സമം സെക്കൻഡ് ആണെന്നറിയാം.
ഇനി ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്യണം. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്, ഹയസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ആവാൻ രമങ് അല്ലെങ്കിൽ തമങ്ക് പറ്റും. പിന്നെ വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഉമങ്ങിന് എന്താണ് ആറിനേക്കാൾ മാത്രമേ കുറവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, രമൻ എപ്പോഴും ഹയസ്റ്റ് സ്കോർ ആയിരിക്കും. സോ ഹയസ്റ്റ് സ്കോർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, രമൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തായിരിക്കും വരുന്നത്, ഉമങ്ക് ആയിരിക്കും. രമൻ, ഉമങ്. അത് കഴിഞ്ഞ് എന്താണ്, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3 പേര് അടുപ്പിച്ച് നിൽക്കുന്നതാണ്. ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഇല്ലേ, 3 പേര് അടുപ്പിച്ച് നിൽക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, അവിടെ ആരായിരിക്കും ഫില്ല് ചെയ്യുന്നത്, ഈ നിൽക്കുന്ന ഓർഡറിൽ ഇവർ 3 പേരുമായിരിക്കും ഒരേ പൊസിഷനിൽ. എന്ന് വെച്ചാൽ അവർ 3 പേരും ഒരുമിച്ചാണ്, ജസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, 3 പേരും ഒരുമിച്ച് നിൽക്കുന്നവരാണ്. സോ ആ 3 പേരും എന്തായിരിക്കും, അവിടെ ആയിരിക്കും നിൽക്കുന്നത്. സോ ഈ 3 പേരും ആരൊക്കെയാണ്, ബി, പി ആൻഡ് എ, ഈ ഒരു രീതിയിലാണ് ഉള്ളത്. പിന്നെ ആരാണ് ലാസ്റ്റ് ഉള്ളത്, ഇറ്റ്സ് തമങ്. തമങ്കാണ് ലാസ്റ്റ് ഉള്ളത്. സോ ഈ ഒരു രീതിയിലാണ്. ഇനി നമ്മളോട് എന്താണ് ചോദിച്ചേക്കുന്നത്, ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഹൂസ് സ്കോർ വാസ് ഇൻ ബിറ്റ്വീൻ ദ സ്കോർസ് ഓഫ് പവൻ ആൻഡ് സമൻ. പവനും സമൻ്റെയും ഇടയ്ക്ക് ആരുടെ സ്കോറാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, പവൻ ആൻഡ് സമൻ്റെ ഇടയ്ക്ക് ആരാണ് വന്നേക്കുന്നത്, എ എന്ന് പറയുന്ന വ്യക്തിയാണ് വന്നേക്കുന്നത്. എ എന്ന് പറയുന്ന ആരാണ്, ഇറ്റ്സ് അമൻ. അമനാണ് വന്നേക്കുന്നത്. സോ ഇതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അമനാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 6 ബോയ്സ് എന്ന് പറയുന്നത് G1, G2, G3, G5 ആൻഡ് G6 എന്ന് പറയുന്നത് ഒരു റോയിൽ ഫേസ് ചെയ്ത് കിടക്കുകയാണ്. അതിൽ G4 എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് G5. G4 എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് G5. G2 എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് G5. G3 ഈസ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് G2. G6 ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് G3. ഇനി ഹൗ മെനി ബോയ്സ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എന്താണ്, ടു ദ ലെഫ്റ്റ് ഓഫ് G6 എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ കുറച്ച് ടൈം തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 6 ബോയ്സ് ആണുള്ളത്. സോ 6 പൊസിഷൻസ് ആണ് അവിടെ വരുന്നത്. ഇനി എന്താണ് പറയുന്നത്, എല്ലാവരും നോർത്തിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അത് നമുക്ക് ക്ലിയർ ആയി, അവരുടെ ഡയറക്ഷനും നമുക്ക് കറക്റ്റായി കിട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, G4 എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് G5 എന്നാണ് അല്ലേ. സോ G4 എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എന്താണ്, G5. G5ൻ്റെ സെക്കൻഡ് ടു റൈറ്റിലാണ് ആരിരിക്കുന്നത്, G4 ഇരിക്കുന്നത്. അടുത്ത G2 എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് G5. That is G2 the second to left of G5. G5ൻ്റെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ്, G5ൻ്റെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ് എന്തിരിക്കുന്നത്, എന്താണ്, G2. G2 ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് G2, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് G5 എന്ന് എടുത്തു. അടുത്ത എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, G3 ആൻഡ് എന്താണ്, G3 ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എന്താണ്, G2. G2ൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ട്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ എനിക്ക് IM L എന്ന് കൊടുക്കാം, ലെഫ്റ്റ് ആയതുകൊണ്ട് L എന്ന് കൊടുത്തു. സോ IM ലെഫ്റ്റിൽ ആരാണ്ടിരിക്കുന്നത്, ഇറ്റ്സ് G3. G3 ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് G2 ആണ്. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, G6 ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് G3. G6 എന്ന് പറയുന്നത് സെക്കൻഡ് ടു റൈറ്റ് ഓഫ് എന്താണ്, G6 ഈസ് സെക്കൻഡ് ടു റൈറ്റ് ഓഫ് എന്താണ്, G3 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത്രയും ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കാം. സോ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ്ലി അവരുടെ 6 പേരാണുള്ളത്. 6 പേര് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവർ രണ്ടുപേരും G5ൻ്റെ വിത്ത് റെസ്പെക്റ്റീവ് ആണ് പറഞ്ഞേക്കുന്നത്. സോ G5 ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, G5 ആണെങ്കിൽ G5ൻ്റെ സെക്കൻഡ് ടു റൈറ്റിൽ G4 ഉണ്ടെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് ടു റൈറ്റ്, സെക്കൻഡ് ടു റൈറ്റ്, ദാറ്റ് ഈസ് ഇവിടെ G4 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, G5ൻ്റെ തന്നെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ, സോറി, G5ൻ്റെ സെക്കൻഡ് ടു റൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ സെക്കൻഡ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ ആരാ വരുന്നത്, G4 ആണ് വരുന്നത് അല്ലേ, G4 ആണ് വരുന്നത്. സെക്കൻഡ് ടു റൈറ്റിൽ G4 വന്നിട്ടുണ്ട്. ഇനി അടുത്തത് അയാളുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ആരാണ് വരുന്നത്, G2 ആണ് വരുന്നത്. സോ ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, അവിടെ ആരാണ് വരുന്നത്, G2 വന്നിട്ടുണ്ട്.
ഇനി പറഞ്ഞേക്കുന്നത് G2ൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് G3. സോ G3 എന്ന് പറയുന്ന പൊസിഷൻ എവിടെ ആയിരിക്കും? ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് G2, ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് ആ ഒരു ഇത് കണക്ഷൻ ചെയ്യാൻ? G6 എന്ന് പറയുന്നത് സെക്കൻഡ് റൈറ്റ് ഓഫ് G3 എന്നാണ്. G3യുടെ സെക്കൻഡ് റൈറ്റിലാണ് എന്ത്? G6 വന്നേക്കുന്നത്. സോ G6 എന്ന് പറയുന്നത് സെക്കൻഡ് റൈറ്റ് ഓഫ് 4. ഇനി എന്താണ് നമുക്ക് ആകെ പ്ലേസ് ചെയ്യാനുള്ളത്? ഒരാളെ മാത്രമാണ്, ദാറ്റ് ഈസ് 1, ദാറ്റ് ഈസ് G1നെ മാത്രമേ നമുക്ക് എന്തായാലും പ്ലേസ് ചെയ്യാൻ ഉള്ളൂ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഹൗ മെനി ബോയ്സ് ആർ സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് G6? G6ൻ്റെ ലെഫ്റ്റിൽ എത്ര ബോയ്സ് സിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ G6ൻ്റെ ഇതിൽ ലെഫ്റ്റിലോട്ട് എത്ര പേരാണ്? G2ഉം G3യും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പേരാണ്. സോ ഓപ്ഷൻ എന്താണ്? 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 2 പേരെ ഇപ്പോഴുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? V20. ഇതൊരു കോഡിങ്ങിൽ വരുന്നതാണ്. സോ കോഡിങ് നിങ്ങളൊന്ന് ജസ്റ്റ് ടൈം എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇവിടെ വന്നേക്കുന്നത് എനിക്ക് STV20 എന്ന് പറയുന്നത് WX224 ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് എസിൻ്റെ പൊസിഷണൽ വാല്യൂ 19 ആണ്, ഇത് 20, ദെൻ ഇവിടെ എത്രയാണ്? 22 ആൻഡ് 20 എന്ന് വന്നേക്കുന്നു. ദെൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് എന്താണ് വരുന്നത്? ഇതിൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 23 ആണ്, ദെൻ ഇത് 24, ദെൻ ഇവിടെ 26, ദെൻ 24 എന്നാണ് വന്നേക്കുന്നത് അല്ലേ. സോ ഇവിടെ നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ എന്താണ്? എല്ലായിടത്തും 23യിൽ നിന്ന് ഒരു 4 കുറച്ച് 19 അയക്കുന്നു, 24ൽ നിന്ന് ഒരു 4 കഴിച്ചെന്ത്? അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞാൽ -4 ആണ് ചെയ്തേക്കുന്നത്. ഇവിടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 5 ആണ്, ഇത് 1. സോ 4 കുറയ്ക്കുക തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലായിടത്തും ആ ഒരു രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. സോ ഇപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെയും നമ്മൾ 4 കുറച്ച് നോക്കാമെന്ന് വെച്ചാൽ ഇത് 9 ആണെങ്കിൽ ഇവിടെ 4 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 4 കൂട്ടുക എന്ന് പറഞ്ഞത് 9ൽ നിന്ന് 4 കൂട്ടുക. 4 കൂട്ടുമ്പോൾ എന്താണ്? 13 വരും. 13 എന്ന് പറയുന്നത് എമ്മിനെ ഇതാക്കുന്നതാണ്. ദെൻ ഇവിടെ 10 ആണ്, 10ൻ്റെ കൂടെ എത്രയാണ്? 4 കൂട്ടുക. 4 കൂട്ടുമ്പോൾ നമുക്ക് 14 ആണ് വരുന്നത്. എത്ര? N ആയിരിക്കും 14. ദെൻ ഇവിടെ എത്രയാണ്? 12 ആണ്, അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്രയാണ്? 16 ആണ് വരുന്നത്. 16 വരുമ്പോൾ എത്രയാണ് നമുക്ക് വരുന്നത്? P. ആൻഡ് ഇവിടെ 10 ആണ്, 10ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ എന്താ വരുന്നത്? 14. സോ MN P ആൻഡ് 14 എന്ന് വരുന്നതായിരിക്കും ഓപ്ഷൻ 1 ആണ്. എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ്. സോ ഇനി വരുന്ന വെറാൻഡ റൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് സെഷൻ, ഒരു സർക്കിൾ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ ആൻഡ് ഒരു മോക്ക് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ 6 ലെവൽസിലൂടെയാണ് വെറാൻഡ റൈസിൻ്റെ ഓരോ ആസ്പിറൻസും എന്ത് ചെയ്യുന്നത് പോകുന്നത്. സോ നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് ഈ 2 നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യാം. നമുക്കിനി ജാനുവരി 20 എന്ന് പറഞ്ഞാൽ വെറാൻഡ റൈസ് എന്ന് പറയുന്നത് നോൺ റൈസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരിത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങൾ കാണും, ഓരോരോ എക്സാമുകൾ ഉണ്ടായിരിക്കും, അതൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സംശയങ്ങളൊക്കെ കാണും. അതെല്ലാം നമുക്ക് എന്താണ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് വെറാൻഡ റൈസ് ഇവിടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ വെറാൻഡ റൈസിൻ്റെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. സോ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസും അതേപോലെ തന്നെ ഫ്രീ അഡ്വൈസസും നമ്മൾ തരുന്നതാണ്. സോ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഫോർ ഓൾ സ്റ്റുഡൻസ്. എല്ലാവർക്കും, എല്ലാ ആസ്പിറൻസിനും, വെറാൻഡ റൈസ് സ്റ്റുഡൻസ് ആവണമെന്നില്ല, ഏത് ആസ്പിറൻസിന് വേണ്ടിയിട്ടും ഇത് ഫ്രീ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം റെഡ് ആർ മൗസ്. ഇതെന്ന് പറയുന്നത് സിലോജിസത്തിൽ വരുന്നതാണ്, നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് വന്നേക്കുന്നത്. സോ ഇത് വരുമ്പോൾ സം റെഡ് എന്ന് പറയുന്നത് ആർ എന്താണ്? മൗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ സം റെഡ് ആർ മൗസ് ആൻഡ് നോ ഗ്രേ ഈസ് മൗസ്. ഒരു ഗ്രേയും മൗസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ്? ഈ ഒരു രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് ഓൾ റെഡ്, ഇനി ആ കൺക്ലൂഷനിൽ പോകുമ്പോൾ ഓൾ റെഡ് ആർ ഗ്രേ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഓൾ റെഡ് ആർ ഗ്രേ എന്ന് പറഞ്ഞാൽ എല്ലാ റെഡും ഗ്രേ ആവാനുള്ള സാധ്യത ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ അതൊരു
ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നോ മൗസ് ഈസ് ഗ്രേ, ഒരു മൗസും ഗ്രേ അല്ല, അതവിടെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടീഷൻ ശരിയാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഏതാണ്? ഒൺലി കൺക്ലൂഷൻ 2 ആണ് ഫോളോ ചെയ്യുന്നത്. സോ കൺക്ലൂഷൻ 2 എന്ന് പറയുന്നത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ആകെ കൺക്ലൂഷൻ 2 ആണ് നമുക്ക് ഫോളോ ചെയ്യാത്തത്. സോ കൺക്ലൂഷൻ 2 ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ 2, ദാറ്റ് ഈസ് ഓൺലി കൺക്ലൂഷൻ 2 ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഓപ്ഷൻ 4 ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 48, 54, 45, 51, 42 ആൻഡ് 48 എന്നാണ് പറയുന്നത് അല്ലേ. സോ 48, 54, 45, 51, 42, 48 എന്ന് പറഞ്ഞേക്കുന്നല്ലേ. ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സിന് അല്ലേ, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കുവാണെങ്കിൽ 48ഉം 45ഉം തമ്മിലൊരു 3 വ്യത്യാസം. നമുക്കിപ്പോൾ 45ഉം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പറാണ്. സോ അതൊരു 3 വ്യത്യാസം വന്നു. സോ ഇനി വരുന്നതും എന്തായാലും 3 വ്യത്യാസമായിരിക്കും. സോ അവിടെ നോക്കുമ്പോൾ എത്ര? 39. ആദ്യത്തെ ഇത് തന്നെ നോക്കാൻ പറ്റും. സോ 39 ആയിരിക്കും കറക്റ്റ് ആൻസർ. 39 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് കാർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. സം കാർസ് ആർ വൈറ്റ്. സം കാർസ് ആർ വൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സം ലോക്സ് ആർ വൈറ്റ് ഓൾസോ. എന്താണ്? സം ലോക്സ് ആർ വൈറ്റ്. സം ലോക്സും വൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓൾ വൈറ്റ് ആർ ലോക്സ്. ഓൾ വൈറ്റ് ആർ ലോക്സ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കറക്റ്റ് അല്ല. ഇനി അടുത്ത നോ കാർ ഈസ് എ ലോക്ക്. നോ കാർ ഈസ് എ ലോക്ക് എന്ന് പറയുന്നൊരു ഡെഫിനിറ്റ് കണ്ടീഷനാണ്, അതും ഇവിടെ പറയുന്നില്ല. സോ അത് ഫോൾസ് ആണ്. അപ്പോൾ എന്താണ്? നൺ ഓഫ് ദ കൺക്ലൂഷൻ എന്താണ് ഫോളോ ചെയ്ത്? ഒരൊന്നും ഫോളോ ചെയ്യുന്നില്ല. കാരണം ഒരെണ്ണവും കൂടെ ഉണ്ട്. ഓൾ ലോക്സ് ആർ കാർസ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓൾ ലോക്സ് ആർ കാർസ് ആണോ? അല്ല, അതും എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. സോ അവിടെ എന്താണ് വരുന്നത്? നണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിൽ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതിൽ എന്താ വന്നേക്കുന്നത്? TRO എന്ന് പറയുന്നത് RQMനോട്, ദെൻ അത് കഴിഞ്ഞ് PRK NOI ഇങ്ങനെയാണ് പോയേക്കുന്നത് അല്ലേ. സോ ഇവിടെ നോക്കുമ്പോൾ T എന്ന് പറയുന്നത് 20 ആണ്, ഇത് 18, ഇത് 15. ദെൻ അടുത്ത നോക്കുവാണെങ്കിൽ R എന്ന് പറയുന്നത് 18, 17, ദെൻ 13. ഇതാവുമ്പോൾ വീണ്ടും എത്രയാണ്? 16, 18, 11. ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ 20 ഫസ്റ്റ് ഡിജിറ്റുകൾ തമ്മിൽ നോക്കുമ്പോൾ എത്രേൻ്റെ വ്യത്യാസമാണ്? ഒരു 2 കുറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അടുത്തത് 12 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നോക്കിയപ്പോൾ എല്ലാം 12 വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ 18, 17, ഇവിടെ P ആണ്. ഇവിടെ P ആണ്, വിച്ച് ഈസ് 17 ആണ് അല്ലേ. 16 ആണ്. P എന്ന് പറയുന്നത് 16ാമത്തേതാണ്. 16 ആണ്. സോ അവിടെ 16 ഒന്ന് കുറഞ്ഞ് പോകുന്നു, ഇവിടെയും ഒന്ന് കുറഞ്ഞു പോകുന്നു. ദെൻ അടുത്തത് എന്താണ്? ഒന്ന് കുറഞ്ഞ് തന്നെ പോകുന്നു. സോ അടുത്തത് -1 ആണ്. സോ എന്താണ്? ഇനി 15ൽ നിന്ന് ഒന്ന് കുറയുക. അപ്പോൾ എന്താണ് വരുന്നത്? 14 ആണ് അല്ലേ. സോ 14 വരുന്നത് എന്താണ്? LN. സോ LN എന്ന രീതിയിലാണ് വരുന്നത്. LN 12, 14. ദെൻ ലാസ്റ്റ് ഇതും കൂടെ നോക്കാം. ലാസ്റ്റ് നോക്കുമ്പോൾ എന്താണ് വരുന്നത്? ആദ്യമേ 15 വന്നു, 15 വന്നിട്ട് 12, ദെൻ അടുത്തത് 11, 9 എന്ന് വെച്ചാൽ എത്രയാണ്?
2 കുറഞ്ഞ് പോയേക്കുന്നു. 2 കുറഞ്ഞ് പോയാൽ 9 ന് 2 പോയാൽ എത്രയാണ്? 7 വരുന്നത്. 7 അവിടെ എന്താണ് വരുന്നത്? ജി. സോ LN G ആണ് കറക്റ്റ് ആൻസർ, വിച്ച് ഈസ് ഓപ്ഷൻ 4. LN G എന്ന് പറയുന്നത് ഓപ്ഷൻ 4ലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എംബഡഡ് ഫിഗേഴ്സ് ആണ്. സോ ഇതിൻ്റെ ഒരു എംബഡഡ് ഫിഗേഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. സോ ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ഫിഗറിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇതെന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തേക്കുന്നതായിരിക്കും. സോ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തേക്കുന്ന ഏതാണ്? ഫസ്റ്റ് ഫിഗർ മാത്രമേ അങ്ങനെ നിന്നുള്ളൂ. സോ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്നത്തെ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ 6 പീപ്പിൾസ്. ഇതും ഒരു എന്താണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റീസണിങ്ങിൽ എന്താണ് നമ്മുടെ റെയിൽവേക്കും അതേപോലെ തന്നെ SSCക്കും ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഞാൻ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് ടൈം തരാം, ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ 6 പേരുകളുണ്ട്. അക്ഷയ്, അക്ഷയ്, അനുരാഗ് അല്ലേ, അനുഗ് എന്നെടുക്കാം, അനുഗ്, അമിത്, പിന്നെന്താണ് വരുന്നത്, അനുഭവ്, ആര്യൻ, ആശിഷ. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാം അടുപ്പിച്ച് വന്നതാണ്. സോ നമുക്ക് അക്ഷയ്ക്ക് വേണമെങ്കിൽ AK എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. സോ അക്ഷയ്ക്ക് നമുക്ക് AK എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ആര്യന് AR എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ എന്താണ് അടുത്ത ഏതാണ്? അനുഗിന് AG എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. അമിത്തിനാണെങ്കിൽ AM എന്ന്. ദെൻ അനുഭവ് ആണെങ്കിൽ AB എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ആശിഷ് ആണെങ്കിൽ AS എന്ന് പറഞ്ഞും റെപ്രസെൻറ്റ് ചെയ്ത് പോകാം. ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? നെയ്തർ അക്ഷയ് ആൻഡ് അമിത് ആർ സിറ്റിംഗ് അറ്റ് ദ കോർണർ. സോ അക്ഷയും അമിത്തും എന്ന് പറയുന്നത് കോർണറിൽ അല്ല എന്ന് പറയുന്നുണ്ട്. സോറി, അതിന് മുമ്പൊരിതുണ്ട്. എന്താണ്? നെയ്തർ അക്ഷയ് ആൻഡ് അമിത് സിറ്റിംഗ് അറ്റ് ദ കോർണർ. അടുത്ത പറയുന്നത് എന്താണ്? അമിത് ആൻഡ് അനുഭവ് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഈച്ച് അതർ. ആരൊക്കെയാണ്? അമിത്തും അനുഭവും അല്ലേ. അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ AB എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവരെന്താണ്? ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊസിഷൻ തന്നിട്ടുള്ള ഇമ്മീഡിയറ്റ് നെയ്ബർ ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അമിത്തും അനുഭവം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ്. ഇനി ആര്യൻ എന്ന് പറയുന്നത് എന്താണ്? സിറ്റിംഗ് ടു ദ സെക്കൻഡ് ടു ദ റൈറ്റ് കോർണർ. റൈറ്റ് കോർണറിൽ നിന്നും ആര്യൻ AR എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. കോർണറിൽ നിന്നും എന്താണ്? കോർണറിൽ നിന്നും സെക്കൻഡ് റൈറ്റിലാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത് അല്ലേ. റൈറ്റ് കോർണറിൻ്റെ സെക്കൻഡ് ഫ്രം ദ റൈറ്റ് കോർണർ, രണ്ടാമതാണ് ഇരിക്കുന്നത്, സെക്കൻഡ് ഫ്രം ദ റൈറ്റ് കോർണർ. സോ ഇതാണ് കോർണറിൽ ഇരിക്കുന്ന പേഴ്സൺ എങ്കിൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് എന്ത്? ആര്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അടുത്തത് only Akshay is sitting between Anubhav and Ashish. അനുഭവിൻ്റെയും ദാറ്റ് ഈസ് AB ആൻഡ് ആശിഷിൻ്റെയും ഇടയ്ക്ക് ആരാണ് സിറ്റ് ചെയ്യുന്നത്? അക്ഷയ് മാത്രമേ ഇരിക്കുന്നുള്ളൂ. സോ അനുഭവിൻ്റെയും എന്താണ് ആശിഷിൻ്റെയും ഇടയ്ക്ക് ആരാണ്? അക്ഷയ് മാത്രമേ ഇരിക്കുന്നുള്ളൂ. then എന്താണ്? അമിത് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് അനുരാഗ്. അനുരാഗിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ആരിയ്ക്കുന്നത്? അമിത് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ. സോ അമിത് എന്ന് പറയുന്നത് AM എന്ന് പറയുന്നത് അനുഭവിൻ്റെ ദാറ്റ് ഈസ് അനുരാഗിൻ്റെ എന്താണ്? സെക്കൻഡ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവർ തമ്മിലുള്ള ആണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫിഗർ വരയ്ക്കാം, അല്ലെങ്കിൽ ആ പൊസിഷൻസ് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ആരാണ്? ഒരു കോർണറിന് റൈറ്റ് കോർണറിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആരാണ്? ഇറ്റ്സ് ആര്യയാണ് അല്ലേ. സോ അത് ആദ്യമേ മാർക്ക് ചെയ്യുക. ഇത് കോർണർ ആണെങ്കിൽ
സോ ആര്യ എന്ന് പറയുന്നത് കോർണറിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ആളാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഇനി ആരൊക്കെ വരത്തില്ല കോർണറിൽ? അമിത്തും വരില്ല, എ എമ്മും വരില്ല. ഓക്കെ, സോ എ എമ്മും അതേപോലെ തന്നെ എ കെയും എവിടെ വരില്ല? കോർണറിൽ വരില്ല. സോ ഇവിടുത്തെ കോർണറിലും എ എമ്മും എ കെയും കോർണറിൽ വരില്ല. സോ മൊത്തത്തിൽ 6 പേരേ ഉള്ളൂ. ഞാനിവിടെ ബാക്കിയുള്ളതാക്കുവാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ രീതിയിലാണ് വന്നേക്കുന്നത്. ഇനി നമുക്കൊന്ന് ഒരു ഇത് തന്നിട്ടുണ്ട്, എ ബി, എ കെ ആൻഡ് എ എസ്. ഇവർ 3 പേരും ഒരുമിച്ചാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എ ബി, എ കെ, എ എസ് എന്ന് പറയുന്നത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. സോ നമുക്കത് 2 രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, ഈ 3 വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് 1 2 3. ഈ പൊസിഷനിൽ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ ഏത് പൊസിഷനിലും 1 2 3 ഈ പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നോക്കിയേ, എ ബി എന്ന് പറയുന്നത് അറ്റത്ത് വരും. സോ എ ബി, എ കെ, എ എസ് എന്ന രീതിയിൽ വരും. എന്ന് വെച്ചാൽ എ ബി ഈ ഒരു രീതിയിൽ വരും. സോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. കാരണം ഇവിടെ പ്ലേസ് ചെയ്താൽ ഇവിടെ ഞാൻ എന്താ, എ ബി, എ കെ, എ എസിനെ പ്ലേസ് ചെയ്താൽ പിന്നെ ആരെ എനിക്കിവിടെ പ്ലേസ് ചെയ്യാനുള്ളൂ? അമിത്തിനെ കോർണറിൽ കൊടുക്കേണ്ടി വരും. കാരണം അമിത് എന്ന് പറയുന്ന കോർണറിലല്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? സോ നമ്മൾ ഇവിടെ ആരെയാണ് പ്ലേസ് ചെയ്യുന്നത്? അനുരാഗിനെയാണ് അല്ലേ, അനുഭവിനെയാണ്. ദാറ്റ് ഈസ് എ ബി എ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ എ കെ എ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? എ എസിനെ പ്ലേസ് ചെയ്യുന്നു. ഇവരെ 3 പേരെയും ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഇനി ആരാണ് ബാക്കിയുള്ളത്? പിന്നുള്ളത് അമിത്തുണ്ട്. അതേപോലെ വേറെ ആരാണുള്ളത്? അമിത്തും. സോ അക്ഷയെ പ്ലേസ് ചെയ്തു. അമിത്തിനെ എന്തായാലും ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അമിത്തിനെ ഞാൻ എന്ത് ചെയ്തു? എ എമ്മിനെ ഇവിടെ പ്ലേസ് ചെയ്തു. സോ ലാസ്റ്റിൽ ആരാണ് വരാൻ പോകുന്നത്? ഇനി ആകെ ബാക്കിയുള്ളത് ആരാണ്? നമ്മുടെ അനുരാഗാണ്. സോ അനുരാഗിനെ ഇനി പ്ലേസ് ചെയ്യാനുള്ളൂ. ആൻഡ് അനുരാഗ് നോക്കിയേ, അനുരാഗ് എന്ന് പറഞ്ഞാൽ അനുരാഗിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് അമിത് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അനുരാഗിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് അല്ലേ, അനുരാഗിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ഇവിടെ എന്ത് വന്നേക്കുന്നത്? അമിത്തും വന്നേക്കുന്നത്. സോ ഈ ഒരു പൊസിഷൻ അവരെന്ത് ചെയ്തു? ഈ ഒരു ഇത് കാരണം നമ്മൾ ആദ്യമേ ഈ ഒരു 3 പേരെ ഒരു ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്താൽ നമുക്ക് അവിടെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ഫസ്റ്റ്ലി മനസ്സിലാവും. സോ ഈ ഒരു രീതിയിൽ ഇതാക്കി. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ അനുരാഗ് ആൻഡ് അമിത്? അനുരാഗും അമിത്തിൻ്റെ ഇടയ്ക്ക് ആരാണ് നിൽക്കുന്നത്? അനുരാഗിൻ്റെ അമിത്തിൻ്റെ ഇടയ്ക്ക് ആരാണ് നിൽക്കുന്നത്? ആര്യ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. സോ ആര്യൻ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. സോ ആര്യനാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ആര്യൻ. ഓപ്ഷൻ 4 ആര്യനാണ്. സോ ഇന്നത്തെ സീരീസ് എന്ന് പറയുന്നത് ഫുള്ള് നമ്മൾ എന്താണ് ഇന്നത്തെ ഈ ഒരു രീതിയിൽ ഏതൊക്കെ രീതിയിൽ സ്പീഡ് മോക്സിൽ ക്വസ്റ്റ്യൻസ് വരും എല്ലാം ഒരുമിച്ചായിരിക്കും വരുന്നത്. 2-3 ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം വരാൻ പോകുന്ന IB-ക്കും അതേപോലെ തന്നെ ഇനി വരുന്ന ഓരോ എക്സാംസിനും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോകുന്നതായിരിക്കും നല്ലത്. സോ ആ രീതിയിലാണ് നമ്മൾ ഈ സ്പീഡ് മോക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്നത്തെ സ്പീഡ് മോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.